ഇന്ന് ആഗസ്റ്റ് 15 അപ്പം എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് എല്ലാ സ്ഥലത്തും ആഘോഷമാണ്. പിന്നെ നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഏറ്റവും വലിയൊരു മതേതര രാജ്യമാണ്. വളരെ സന്തോഷത്തോടെ കഴിയുന്നുണ്ട്. എന്നാലോ അലർച്ചകളുടെ കുഴപ്പങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ മെയിനായിട്ട് വരുന്ന ഭാവി തലമുറ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ. നന്മയുള്ള നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ഇന്ത്യ ഇതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആവും. ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇന്ത്യയിലേക്കായിരിക്കും. ആ രീതിയിലേക്ക് വരും കാലങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്നിതാ മോക്ക് സ്കൂളുണ്ട്. അപ്പം മോളെ കൊണ്ടാക്കാൻ വേണ്ടി മമ്മി പോകുന്നുണ്ട്. നമുക്ക് ഷോപ്പിൽ ഒരുപാട് പരിപാടികളുണ്ട്. ഷോപ്പിലെല്ലാവരും വൈറ്റും വൈറ്റാണ്. അപ്പോൾ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളുണ്ട്. അപ്പോൾ ചമയക്കൽ പരിപാടി എല്ലാവരും നടക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ പോകാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട്. അപ്പം ഇനി മമ്മി മോളെ കൊണ്ടാക്കണം. അപ്പം ഞാൻ നേരെ ഷോപ്പിലേക്ക് പോകുന്നു. അപ്പം ഞാൻ ഷോപ്പിലെത്തിയ അവിടെ പരിപാടികളൊക്കെ ബലൂണ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിലേക്കൊന്ന് കയറാം. നമ്മൾ ആഗസ്റ്റ് 15 ആഘോഷങ്ങൾ അങ്ങനെ മെല്ലെ തുടങ്ങാം. അപ്പോൾ ഇതാ നമ്മളെ ജീസൻസ് ഗോൾഡ് ഫാമിലിയാണിത്. നമ്മളെ ഫാമിലിയിൽ കുറച്ച് ആൾക്കാർ എത്തിയില്ല, ഇനി വരണത്ര. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടൈം ഈ ഷോപ്പിലാണ്, ഇവരപ്പുരാണ്. അപ്പോൾ നമ്മളെ സ്വന്തം കുടുംബക്കാർക്കാൾ കൂടുതൽ അടുപ്പും ബന്ധവും എനിക്ക് ഇവരായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി. അപ്പോൾ നമ്മളെ ഫാമിലിയുള്ളവരാ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാ നമ്മളെ ശാലിനെ, നമ്മളൊരു വീഡിയോ വൈറലായത് അല്ലേ ശാലിനി? അപ്പോൾ ശാലിൻ്റെ സ്ഥലം ശാലിനി കേരളത്താണ്. ഒരു ഭർത്താവുണ്ട്, പിന്നെ 2 മക്കളുണ്ട്. അങ്ങനെ സന്തോഷകരമായ ജീവിതമാണ് ശാലിനിന്റെ. ഇത് അതുല്യെന്ന് പരിചയപ്പെടുത്തേ. അതുല്യ സ്ഥലം കരിയക്കുഴി. ഇവിടുന്ന് ചെറിയ ദൂരമുള്ളൂ, ഒരു 2 കിലോമീറ്റർ ദൂരത്തേ ഉള്ളൂ. അടുത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റാഫ്. അടുത്ത് നമ്മളെ സീനിയർ സ്റ്റാഫാണ് അശ്വതി. ഒന്ന് പരിചയപ്പെടുത്ത അശ്വതി. ഞാൻ കണ്ണാടിപ്പറമ്പാണ്. ഹസ്ബൻഡും 2 കുട്ടികളും ഹാപ്പി ആയിട്ട് പോകുന്നു. ഹസ്ബൻഡ് ഗൾഫിലാണ്, മക്കൾ പഠിച്ച് ഉഷാറായിട്ടുണ്ട്, നല്ല പഠിപ്പുള്ള മക്കളാണ്. അങ്ങനെ ഹാപ്പി ലൈഫാണ് അശ്വതിൻ്റെ. പിന്നെ ജീസൺ സ്കൂളിലെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ് മുതലുള്ള നമ്മളെ സീനിയർ സ്റ്റാഫാണ് അശ്വതി. പിന്നെ അടുത്തത് നമ്മളെ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള നമ്മളെ ഷബീറിന്റെ പെർഫോമൻസ് ആയിട്ട് ഒരുപാട് ആൾ ചോദിക്കും എന്താ എക്സ്പ്രഷൻ എന്നല്ല. മുന്നേ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും ഷബീർ ഒന്ന് പരിചയപ്പെട്ട ഒന്ന്. ഷബീർ മാട്ടൂലാണ് സ്ഥലം. പിന്നെ വൈഫ് 2 കുട്ടികൾ സുഖമായിട്ട് പോകുന്നു. ഹാപ്പി. വൈഫ് കുറച്ച് ദൂരെയാണ്, വൈഫ് മലപ്പുറത്താണ്. അതുകൊണ്ട് ഇവൻ ഇടക്കിടയ്ക്ക് ലീവിന്റെ ഒരു ആവശ്യമുണ്ട്. കാരണം പോയി വരേണ്ട പ്രശ്നം. ഞാൻ പറഞ്ഞ അടുത്തിടെ കെട്ടിയാ പോലെ ഷബീർ എന്ന് ചോദിക്കലുണ്ട്. ഇനിയിപ്പോ നമ്മളെ സൂപ്പർവൈസറാണ് ഇത് രാകേഷ്. രാകേഷ് ഒന്ന് പരിചയപ്പെടുത്തട്ടെ. വീട്ടില് അച്ഛനുണ്ട്, പെങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഹാപ്പി. അടുത്തത് നമ്മളെ മാനേജറെ കാണിക്കുക. നമ്മളെ സീനിയർ സ്റ്റാഫാണ് മാനേജർ. എനിക്ക് വന്ന് ഷോപ്പ് തുടങ്ങുമ്പോ നമ്മുടെ കൂടെ ഉണ്ടായ സ്റ്റാഫാണ് നമ്മുടെ സുജേഷ്. സുജേഷ് ഒന്ന് പരിചയപ്പെടുത്തേട്ടെ. പേരറിയാലോ, സുജേഷ്. സ്ഥലം കണ്ണാടിപ്പറമ്പാണ്. ഞാൻ വന്നിട്ട് 10 വർഷമായി. പിന്നെ പറഞ്ഞോ, ഇന്ന് നല്ല ദിവസമാണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. എല്ലാവരും ആഘോഷത്തിന്റെ നടുവിലുള്ള. പിന്നെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഒരു ചേച്ചിയുള്ള. പിന്നെ പുര നിറഞ്ഞ് എടുക്കുവാന്ന് സുജേഷ്. നല്ല പെണ്ണുണ്ടെങ്കിൽ ആർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണം. എങ്കിലും പറയണേ, ഒന്നാം പറയാൻ കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇനിയിപ്പോ ഒഴിഞ്ഞ വേള ഇത് നമ്മളെ പുതിയ ആളാണ്. പിന്നെ അതൊന്ന് പരിചയപ്പെടും. മുല്ലക്കൊടിയാണ് സ്ഥലം. വൈഫും ഒരു മോളും. ആള് കാണുമ്പോ ചെറുതാണ്, പക്ഷെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. ആള് വലിയ ആളാണ്. നമ്മളെ റീൽസെല്ലാം അഭിനയിക്കലിന്റെ നമ്മൾ അഭിനയിക്കലിനറിയാം. അപ്പോ ആള് പുതിയ ആളാണ്, നമ്മളത് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ലോകം. ഇതില് ജിംഷാനും ഉണ്ട്, നമ്മളെ മറ്റൊരു സ്റ്റാഫ്. ഇത് ജിംഷ. ഒന്ന് പരിചയപ്പെടും. ഹാപ്പി ലൈഫ് അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ. സോറി, ഒരാളെ ഞാൻ വിട്ടുപോയേ. കൊമ്പമോട്ട ഫേമസ് സ്ഥലമാണ്. ആ സ്ഥലത്തുനിന്ന് വരുന്ന ആളാണ്. ഇത് നമ്മളെ വർഷ, നമ്മളെ അക്കൗണ്ട്സ് കാര്യങ്ങൾ അത്യാവശ്യം വർഷാദിപ്പം ചെയ്യുന്നത്. വർഷ ഒന്ന് സ്വയം പരിചയപ്പെടുത്തട്ടെ. ഹായ്, എൻ്റെ പേര് വർഷ. ഞാൻ നാറാത്താണ്.
പിന്നെ വീട്ടില് ഹസ്ബൻഡ്, അമ്മ, ഒരു കുട്ടിയുണ്ട്. ഹസ്ബൻഡ് ഇപ്പൊ പുറത്താണ്. പക്ഷെ നമ്മളെ റീൽസിലെല്ലാം ദുഃഖപുത്രിയാണ്, എപ്പോ കരച്ചിലാന്നുകൊണ്ട് ഓള് പറയാ എനിക്ക് അറിയുന്ന റോള് ഞാൻ അഭിനയിക്കൂല, വേറെ എന്തെങ്കിലും റോള് പോയിച്ചോട്ടാ പറഞ്ഞിട്ടുള്ള അല്ലേ? പക്ഷെ നോക്കാം, നല്ല റീൽസ് എടുക്കുമ്പോൾ ഒക്കെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൊടുക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഷെബീർ പറഞ്ഞവരുള്ള ഇനിയിപ്പോ നമ്മളെ എന്താണ് അടുത്ത പരിപാടി? ഈ അടുത്തത് കേക്ക് കട്ട് ചെയ്യല്, ലഡു വിതരണം, ഡെക്കറേഷൻ ഒക്കെ ഏതാണ്ട് കഴിയാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെ അത് കാര്യങ്ങളല്ല. പിന്നെ നമ്മളെ ഡയറക്ടർ വരുന്നുണ്ട്. നമ്മളെ പ്രിയപത്നി, നമ്മളെ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് എത്തിയിട്ടുണ്ട് പ്രിയപത്നി. ഇനി പത്തിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലേ? ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എന്തെങ്കിലും ആരുടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ, രണ്ടു വാക്ക്. ഭാരത് മാക്കി അല്ല, ഭാരത് മാക്കി. ഓക്കെ, അങ്ങനെ സംസാരിച്ച ശീലമില്ല, ഒരു ചമ്മലാന്ന് സംസാരിക്കാനല്ലോ, അങ്ങനെയുണ്ട്. അല്ല, നമ്മളെ രണ്ടാള് പുറത്തുണ്ടല്ലോ, മലപ്പുറം പുറത്തുനിന്നല്ല, അവർ ഒട്ടിച്ചൊട്ടിച്ച് തീരുന്നില്ല. ഇത് രണ്ടാള് പുതിയ സ്റ്റാഫാണ്. അവര് ക്യാമറയിൽ കുടുങ്ങുന്ന അറിയുന്നുണ്ട്, മലപ്പുറം പുറത്തേക്ക് തന്നെയാണ്. ഈ കോടി അരമണിക്കൂറായി ഒട്ടിക്കാൻ തീരുന്നില്ല. വാ വേമ്പാ. അങ്ങനെ ആരും വിടാൻ പാടില്ല. ഷോപ്പ് തുറന്നു വിടാനാണ് ഷട്ടർ മുഴുവൻ പൊതിച്ചിട്ടില്ല. കാരണം കസ്റ്റമർ വരുന്നതിലും വല്ലൊന്നും സെറ്റാക്കണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. രണ്ടാള് പുറത്തായിരുന്നു, വേറൊന്നുമല്ല, വീഡിയോ പിടിക്കുമ്പോ ഭയങ്കര ചമ്മല്, അതുകൊണ്ട് പിടിക്കാണ്ടിരിക്കാൻ പുറത്തുണ്ട്. ഇത് നമ്മളെ ഉസ്മാൻ സോറി ഇർഫാൻ എന്നാണ്, പക്ഷെങ്കിൽ എല്ലാരും ഉസ്മാൻ എന്ന് വിളിക്കുക. ഇവനെ പറ്റി പറയുന്നതും ഉസ്മാൻ തന്നെയാണ്. അപ്പൊ ഉസ്മാൻ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഒന്ന് സെൽഫ് ക്യാമറയിൽ സംസാരിക്കാം. നീ പറ, ഇതെന്താ പേര് പറഞ്ഞു? പേര് വീട്ടിലാരുള്ള ഇർഫാൻ, പിന്നെ വീട്ടിലാരുള്ള അനിയന്മാരുണ്ടല്ലേ? ആള് നല്ലോണം കഥ എഴുതും, ഈ ചെറുകഥകളൊക്കെ എഴുതുന്ന ആളാണ്. ഭയങ്കര ഒരു ശ്രീനിവാസന്റെ കഴിവുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. കാരണം ഇവന്റെ കഥ അത്യാവശ്യം ഞാൻ കൂപ്പടിച്ചിട്ടുണ്ട്. അപ്പൊ ആള് നല്ല കഴിവുള്ള ആളാണ്. പിന്നെ ഉള്ളത് നമ്മളെ ഇപ്പൊ പുതുതായിട്ട് വന്ന സ്റ്റാഫ് അബി എന്നാണ് പേര്. അബി, നീ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തേട്ടെ. എന്നാല് വീട്ടിലാരുള്ള അച്ഛനമ്മ, അപ്പൊ ഈ ചെമ്മണ്ണൂരിലെ സ്റ്റാഫാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ആക്സിഡന്റ് ആയിട്ട് അങ്ങനെ കുറച്ച് ലീവായി. അങ്ങനെ ഇപ്പോൾ അടുത്തുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ നമ്മളെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ആകെ 4 കിലോമീറ്റർ ദൂരമുള്ളൂ അല്ലേ? അബി, ഇങ്ങനെയാണ് അബീന്റെ കോലം. പിന്നെ അബീന്റെ മുടി കാണുമ്പോൾ എനിക്ക് എപ്പോൾ അസൂയ കേട്ടാ, ഇമ്മാതിരി മുടി നമുക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു ഷെബീറിനുണ്ടോ ഷെബീർ അങ്ങനെ അല്ലേ? ഇല്ല, ചെറുക്കര നിൽക്കുന്ന സ്റ്റൈലേട്ടാ. പിന്നെ നല്ല തെളിച്ച്, നമ്മൾ രണ്ടാളും തെളിച്ച് ഈ ഷോപ്പിൽ ആർക്കും ഇല്ലല്ലേ? നോക്കിയട്ടെ, എപ്പം മുഖം നല്ല പ്രസന്ന, നല്ല തെളിഞ്ഞ് കിടക്കും. പൗഡർ ഇട്ടാത്തല്ലേ, അളങ്ങ് മാറി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. എന്നാൽ പിന്നെ നമുക്ക് ഇനി കേക്ക് മുറികൾ നമ്മളെ സ്റ്റാഫിനെ നിങ്ങൾ പരിചയപ്പെട്ടല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫാമിലി, ഇതാ നമ്മളെ കുടുംബം. ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം ഇവരെപ്പോഴാണ് ഞാൻ ചിലവാക്കല്. അതുകൊണ്ട് തന്നെ ഇതന്നെയാണ് നമ്മൾ സ്വന്തക്കാര്. ഇതാ നമ്മുടെ ഷോപ്പ്. അപ്പോ എന്നാ പിന്നെ കേക്ക് മുറിയിലേക്ക് കിടക്കാം. എന്നാല് നോക്ക് എന്നാലും വേഗം നോക്ക്. നമ്മളെ ഷോപ്പിൽ ഇങ്ങനെയാണ് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കലുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ ഓണായാലും വിഷു ആയാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും എല്ലാവരും ഉണ്ടാവും ഇതുപോലുള്ള പരിപാടികൾ, കസേരക്കളികൾ, പിന്നെ കേക്ക് മുറി, അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ടാവും. ഒന്നുമില്ല, നമ്മളാ ഒരു കൂട്ടായ്മയിൽ നമുക്ക് ഇതുപോലുള്ള കൊച്ചു ആഘോഷങ്ങൾ, കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളെ ഷോപ്പിലെ ഇതുവരെ വന്നിട്ടുള്ള രീതികൾ. ഇനി അടുത്ത പരിപാടി നമ്മളെ കസാരക്കളിയാണ്. കസാരക്കളിയല്ല, സ്റ്റൂള് കളി. അപ്പോൾ ലേഡീസാണ് ഫസ്റ്റ് തുടങ്ങിയ മത്സരം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരാളായിട്ട് ഇങ്ങനെ ഔട്ടാവുന്നുണ്ട്. എല്ലാവരും നല്ല ആവേശത്തിലാണ്, നല്ല വാശിയോടെ മത്സരിക്കുന്നുണ്ട്. അതായത് നമ്മൾ അശ്വതി അടുത്ത റൗണ്ടിൽ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ചുറുചുറുക്കോടെയാണ്, നല്ല ആത്മാർത്ഥമായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ മത്സരിത അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഇതാ നമ്മുടെ ഭാര്യ തോറ്റ് പിന്മാറിയിരിക്കുന്നുണ്ട്. ഇനി ഇത് ലാസ്റ്റ് രണ്ടാളുള്ള വർഷ, അതുല്യ, ഇവരാണ് മത്സരിക്കുന്നത്. നോക്കാം ആരാ ജയിക്കുമെന്ന്. ഇതെന്തോ സംഭവിച്ചിട്ടുണ്ട്. അയ്യോ, രണ്ടാളും ഈക്വലാണ്. അതുകൊണ്ട് രണ്ടാമതും
ഒരു റൗണ്ട് കൂടി മത്സരമാണ്. ജയിച്ചത് അതുല്യാണ് ജയിച്ചിട്ടുള്ള. അതുല്യ വളരെ ഹാപ്പി. വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് അവളെ. അപ്പോൾ മത്സരിച്ച ആർക്കും സങ്കടമൊന്നുമില്ല തോറ്റയിൽ. എല്ലാവരും നല്ല ഹാപ്പിയിലുള്ള. അധികം റിസ്ക് എടുക്കാണ്ട് മത്സരിക്കാണ്ട് ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ഞാൻ പുറത്തായി. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ബാക്കിയുള്ളവരാണ് വാശിയേറിയ മത്സരം നടക്കുന്നുണ്ട്. ഇത് അവസാന റൗണ്ടിൽ ഷബീർ സുജേഷാവുള്ള നോക്കാരാ ജയിക്കുവാന്ന്. ഇതാ ഏതാണ്ട് അയ്യോ നമ്മളെ മാനേജർ നടുപിടിച്ച് വീണിട്ടുണ്ട്. ഷബീർ അതിനിടയ്ക്ക് സ്റ്റൂള് ചെറുക്കനെ തട്ടിയ പോലെ എനിക്ക് തോന്നിയേ. നമ്മള് അവസാന റൗണ്ടിൽ പോയി. ഹലോ ഷബീറ, നിനക്ക് ഇരിക്കാമല്ലോ, നീ എന്തിനാണ് തട്ടിത്തെറിപ്പിച്ചേ? കൈകൊണ്ട് വെച്ചപ്പോ ഞാൻ കാലോണ്ട് വെച്ചോ. അതല്ല, നല്ല ഫുട്ബോൾ പ്ലെയർ ആണ്. അപ്പൊ ഓനൊരു ചവിട്ട് അപ്പോഴത്തേക്ക് കസേരയിലേക്ക് പോയി ആള് നടുപിടിച്ച് വീണിട്ടുണ്ട്. അപ്പോ അശ്വതി നമ്മുടെ സീനിയർ സ്റ്റാഫ് രണ്ടാമത്തെ റൗണ്ടിൽ തന്നെ പൊട്ടീന്. സങ്കടം ഉണ്ടോ അശ്വതി? ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പോയിന്. എനിക്ക് ഒരു സങ്കടമില്ല. എന്നാലും ചെറിയൊരു വിഷമമുണ്ടോ? സീനിയേഴ്സ് രണ്ടാള് പെട്ടെന്ന് പോയതിന്റെ ഒരു വിഷമല്ലേ? അടുത്ത ആഗസ്റ്റ് 15 നമ്മളല്ലേ ഒരു കാര്യം. ഇനിയിപ്പോ ഓണല്ലേ വരാൻ. നമ്മളിവിടെ ഓണത്തിനും ആഘോഷമുണ്ട്, വിഷുവിനും ആഘോഷമുണ്ട്, ക്രിസ്മസിനും എല്ലാം ആഘോഷമുണ്ട്. അപ്പൊ അടുത്ത അംഗത്തിന് നമുക്ക് കാണാം അല്ലെ? അടുത്ത ഉത്സവത്തിന് ശരിയാക്കി തരാം. മമ്മി തോറ്റിട്ട് ചെറിയൊരു സങ്കടം ഉണ്ടായില്ല. മൂന്നാമത്തെ റൗണ്ടിലാണ് മമ്മി പുറത്തായ. പക്ഷെങ്കിൽ ഞാൻ അഭിമാനത്തോടെ പറയും, ഒന്നാമത്തെ റൗണ്ടിൽ ഞാൻ പിന്നെ നമ്മളെ സ്റ്റാഫല്ലേ വിട്ടുകൊടുത്തല്ലേ പറ്റൂ. അല്ല നമ്മളൊക്കെ സഹോദരന്മാർ. അപ്പൊ ഞാൻ വിട്ടുകൊടുത്തു, അത്രേ ഉള്ളൂ. ഞാനും ഏകദേശം അതുപോലെ തന്നെ. അവിടെ പക്ഷെ നിന്റെ ഒരു എന്തായിരുന്നു കളിക്കുമ്പോൾ ഒരു അവസ്ഥ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബൈജേട്ടാ. അതല്ലേ, പിന്നെ ആരോ തട്ടിത്തെറിപ്പിക്കുന്നതായിട്ട് തട്ടിപ്പോയതല്ലേ? എന്തായാലും രണ്ടാളും നാളെ മത്സരിച്ചല്ലേ അവസാനം വരെ. ജിംഷക്ക് എന്തെങ്കിലും തോറ്റതിൽ ദുഃഖം? എന്നാലും അടുത്ത അംഗത്തിന് ശരിയാക്കി തരാം. അപ്പൊ നമ്മളെ കസേരക്കളി കഴിഞ്ഞ്, ഇത് കസേരക്കളിയിലല്ലേ സ്റ്റൂളെന്ന് വെച്ചാൽ അപ്പൊ സ്റ്റൂള് കളി. പിന്നെ ഈ കേക്ക് മുറിയാന്ന് വരാനുള്ളത്. അപ്പൊ നമ്മള് കുറച്ച് സ്റ്റാഫ് കൂടി വരാണ്ട്, അത് വന്നിട്ട് അവിടെ മുറിക്കാൻ വേണ്ടിട്ട്. മമ്മി മറന്നവരോ? ഓ ഇത് ഞാൻ കുത്താൻ മറന്നു. അതിനെ അതുകൊണ്ട് മമ്മി എല്ലാം അറിഞ്ഞ് ചെയ്തോളൂ. ഇപ്പൊ ഭാര്യ പ്രിയപത്നി എല്ലാത്തിനും എന്തെങ്കിലും സപ്പോർട്ട് മാത്രമല്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തോളൂ. സ്ട്രെങ്ത് എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തോളൂ കേട്ടോ ഭാര്യ. അങ്ങനെ നമ്മളെ എന്താ പറയാ പ്രിയപത്നിക്ക് 1000 സ്വാതന്ത്ര്യദിന ആശംസകൾ. നിനക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും തരുന്നുണ്ടല്ലോ. അപ്പം മത്സര പരിപാടികൾ കഴിഞ്ഞ പിന്നെ കുറച്ച് ലഡു വാങ്ങിനെ വരുന്ന കസ്റ്റമർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലഡു വാങ്ങിയപ്പോൾ ഇവർ പറഞ്ഞ് നിങ്ങൾ ലഡു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈമാറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലഡു നമ്മൾ പരസ്പരം കൈമാറി. അപ്പോൾ ആ ഒരു ചടങ്ങും കൂടി കഴിഞ്ഞ പിന്നെ ഒരു ഉച്ചയായി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് സ്ഥിരം വാങ്ങുന്ന പപ്സും ലൈമും, ഇതാണ് നമ്മളെ സെയിൽസ്മാൻമാർ സ്ഥിരം ഒരു കോമ്പിനേഷൻ. അതായത് നമ്മളെ ഷോപ്പിൽ ആരെ ബർത്ത്ഡേ ആണെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ പപ്സും ഈ ലൈമാന്ന് വാങ്ങുക. അപ്പോൾ ലൈമ് നമ്മൾ തൊട്ടപ്പുറമുള്ള അമീന കൂൾ ഹോമിൽ കിട്ടും. പപ്സ് അപ്പുറമുള്ള ബേക്കറി നല്ല ചൂട് പപ്സ് കിട്ടാറുണ്ട്. അപ്പോൾ അതും വാങ്ങിയിട്ട് എല്ലാവരും ഒന്ന് കഴിച്ചാണ്ടല്ല പിന്നെ ഒരു വേറെ തന്നെ ഒരു മൂടാണ്. അപ്പോൾ ഇതെല്ലാവരും പപ്സ് നല്ല വാശിയോടെ കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ല വിശപ്പുണ്ട്. പിന്നെ കേക്ക് മുറി ആയില്ല. നമ്മളെ 2-3 സ്റ്റാഫ് കൂടി വരാണ്ട് ഇനി അവർ വന്നിട്ട് വേണം കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. ഈ ആഗസ്റ്റ് 15 ഞങ്ങളിങ്ങനെ ആഘോഷിക്കുന്നത്, എൻജോയ് ചെയ്യുന്നത്, സന്തോഷിക്കുന്നത്, എന്താ പറയുക, വളരെയധികം സന്തോഷത്തോടെയാണ് നമ്മളിതൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചിന്തിക്കുക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുടെ ത്യാഗം ഇതിലുണ്ട്. ഒരുപാട് ആൾക്കാർ ജീവൻ അർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്ന് കഷ്ടപ്പെട്ടവരും മരിച്ചവരൊക്കെ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടി സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവർ മരിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഈ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് അവരോടാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരിച്ച അല്ല, നമുക്ക് വേണ്ടി മരിച്ച
ആ ധീര ദേശാഭിമാനികളെ നമുക്കെന്നും സ്മരിക്കാം. അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്തിരിക്കണം. അത് നമ്മളെ കടമയാണ്. അവർ മരിച്ചതും ത്യാഗം സഹിച്ചതും അവർക്ക് വേണ്ടിയിട്ടല്ല, ഭാവി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മളോ വളരെ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണം. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ എല്ലാ ജനങ്ങളും വളരെ ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് അവരോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ നീതി. സമുദായത്തിനോ ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ പ്രാധാന്യം നൽകാണ്ട് മനുഷ്യത്വത്തിന് വേണ്ടി മാത്രം പ്രാധാന്യം നൽകി ജീവിച്ചാൽ തന്നെ നമ്മളെ നാട് സുന്ദരമായ നാടാവും. ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. അമിത ജാതി ചിന്ത, മതചിന്ത, രാഷ്ട്രീയ ചിന്തയൊക്കെയാണ് നമ്മുടെ ഇന്ത്യനെ ഇതുവരെ നശിപ്പിച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും അതിനൊന്നും അമിത പ്രാധാന്യം കൊടുക്കാണ്ട് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുക. അതിന് കണക്കായിട്ടുള്ള യുവതലമുറകൾ വളർന്നു വരണം. എന്നാലേ നമ്മുടെ നാട്ടിൽ ശാന്തി ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവത്യാഗത്തിന് ഒരർത്ഥമുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. അപ്പോൾ എല്ലാം അവസാനിച്ചു, എല്ലാം അടിച്ചുപൊളിയാക്കി എൻജോയ് ആക്കി പരിപാടി തീർന്ന. അപ്പോൾ എന്താ മമ്മിക്ക് എന്താ പറയണ്ട? എല്ലാ അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.